കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ രോഗി മരിച്ച സംഭവത്തിൽ അന്വേഷണത്തിന് 3-അംഗ സമിതിയെ നിയോഗിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ഏറ്റുവാങ്ങുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. ദിലിഷ തിലകൻ വിവരങ്ങളുമായി. ദിലിഷ, ഇതിലിപ്പോൾ ഒരു നടപടി ഉണ്ടാകുന്നു എന്നുള്ളിടത്താണോ കുടുംബം മൃതദേഹം ഏറ്റുവാങ്ങാം എന്ന് സമ്മതിച്ചത്? അനുജ, ഇന്ന് പുലർച്ചെയാണ് വാണിമൽ സ്വദേശിയായിട്ടുള്ള റീജിത്ത് മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ ഒരു ശസ്ത്രക്രിയ, അതിലെ പിഴവ് മൂലമാണ് ഈ രോഗി മരിച്ചത് എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. അതുകൊണ്ട് തന്നെ ഇതിൽ കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകാതെ മൃതദേഹം ഏറ്റുവാങ്ങില്ല എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ ബന്ധുക്കൾ പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ റീജിത്തിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ അന്വേഷണത്തിനായിട്ട് 3-അംഗ സമിതിയെ നിയോഗിച്ചിരിക്കുകയാണ് മെഡിക്കൽ കോളേജ് അധികൃതർ. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അനുജ. കാരണം ഈ ചികിത്സാ പിഴവ് ആരോപണം അത് പാടെ നിഷേധിക്കുകയാണ് മെഡിക്കൽ കോളേജ് അധികൃതർ. ഈ റീജിത്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുമ്പോൾ തന്നെ ഗുരുതരമായിട്ടുള്ള വൃക്കരോഗവുമായിട്ടാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത് എന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതർ പറയുന്നത്. ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ല. 2015-ലും റീജിത്തിന് ഓപ്പൺ സർജറി നടത്തിയിട്ടുള്ളതാണ്. മാത്രവുമല്ല, ഈ ക്രിയാറ്റിന്റെ അളവ് വളരെയധികം കൂടുതലായിരുന്നു റീജിത്തിൽ എന്നുള്ളതാണ്. എല്ലാ ശസ്ത്രക്രിയകളും നടത്തിയിട്ടുള്ളത് കുടുംബത്തിന്റെ പൂർണ്ണ അനുമതിയോട് കൂടിയാണ് എന്നും മെഡിക്കൽ കോളേജ് അധികൃതർ പറയുന്നുണ്ട്. അതിന്റെ എല്ലാ രേഖകളും തങ്ങളുടെ പക്കലുണ്ട് എന്നാണ് മെഡിക്കൽ കോളേജിന്റെ വിശദീകരണമുള്ളത്. രോഗിയുടെ 2 വൃക്കകളിലും കല്ലുകൾ നിറഞ്ഞിരുന്നു. 2 വൃക്കകളിലും കല്ലുകൾ നിറഞ്ഞിരുന്നു, തകരാറിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും അപകടാവസ്ഥയിലുണ്ടായിരുന്ന വൃക്ക, അവിടെയാണ് ആദ്യം ശസ്ത്രക്രിയ നടത്തിയത് എന്നാണ് പറയുന്നത്. മാത്രമല്ല, ഏപ്രിൽ 1-ന് രണ്ടാമതും ശസ്ത്രക്രിയ നടത്തിയിരുന്നു എന്നും അത് ബന്ധുക്കളുടെ അനുമതി ഇല്ലാതെയാണ് നടത്തിയത് എന്നുമായിരുന്നു കുടുംബത്തിന്റെ ആരോപണം. എന്നാൽ ഏപ്രിൽ 1-ന് ശസ്ത്രക്രിയ നടത്തിയിട്ടില്ല എന്നാണ് ആശുപത്രി അധികൃതർ വിശദീകരിക്കുന്നത്. അതായത് ഇടതുവശത്തുണ്ടായിരുന്ന പഴുപ്പ് നീക്കം ചെയ്ത് അവിടെ ട്യൂബ് ഇടുക മാത്രമാണ് ചെയ്തത്. അതും ബന്ധുക്കളുടെ അനുമതിയോട് കൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് നിലവിൽ നൽകുന്ന വിശദീകരണം. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം റീജിത്തിന്റെ മൃതദേഹം ഇന്ന് തന്നെ ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.